ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്, അത് ഏതായാലും ഒരു സോങ് ആയിരിക്കുമല്ലോ ഉണ്ടാവും. ആ ഒരു സോങ് മനസ്സിൽ ചുമ്മാ കൊണ്ടുവരാം. മനസ്സിൽ എടാ നിനക്ക് പാടാനുള്ള കൈവന്നുണ്ടോ? പാടണ്ട പാടണ്ട. അല്ല, ഞാനിത് തെറ്റോ എന്നുള്ളൊരു ടെൻഷന്റെ കൈവറക്കി തുടങ്ങി. ഷാമിലിന്റെ ട്രിക്ക് ഇങ്ങനെയായിരിക്കും, കുറച്ച് ഗസ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വേറൊരാളെ വിളിച്ചിട്ട് ഗസ് ചെയ്യാന്ന് പറയുമ്പോ ഞാൻ പെൻസിൽ ഇങ്ങനെ വിട്ടു, പെൻസിൽ ഇങ്ങനെ നിൽക്കാറില്ല. ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേര് മൊത്തം എഴുന്നേറ്റ് ക്ലാപ്പോടെ ക്ലാപ്പ്. 1 2 3 4 അങ്ങനെ മൂപ്പരാള് സൈഡത്തെ ലൈറ്റ് അങ്ങിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കൊണ്ടുപോയമാര് കൂവാൻ തുടങ്ങി. നന്നായിട്ട് കൂവി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ബ്രേക്ക് ടൈം ഉണ്ടോ കാല് കുത്തി അപ്പൊ പിള്ളേര് വന്നോളൂ. അല്ല, ഈ പിള്ളേര് മാത്രമേ ഫാൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ഗേൾസ് ഫാൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാവുമല്ലോ ആ ചിരിയില്. വെള്ളം കുടിക്കാൻ ഞാൻ മെന്റലി ഭയങ്കര വീക്കായിരുന്നു. ചെറിയ പ്രായത്തിൽ എനിക്കൊരു ട്രോമ പോലൊരു സാധനം എനിക്ക് തോന്നി. ഞാൻ മാജിക് പഠിക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു കഴിവ് എനിക്കുണ്ടാവും. എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് കൂടി എങ്ങനെയെങ്കിലും മാജിക് പഠിക്കണം. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള് ഫസ്റ്റ് സ്റ്റേജിൽ കയറാന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇൻട്രോവേർട്ടാ, ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയാണല്ലോ അങ്ങനെ ഒരു വാക്കൊക്കെ വന്നത്. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ട്രിക്ക് ചെയ്തു, ഒരൊന്നുകൂടെ കാണിക്കാൻ പറഞ്ഞാൽ വേറൊരു മെത്തേഡിൽ ആ എഫക്ട് ചെയ്യാം. ഒരു സ്റ്റേജിൽ നിന്നാ ഞാൻ കോയിൻ എടുക്കുന്നത്. ആരെങ്കിലും കാണുമോ കോയിന്? ആരെയും കാണുമോ? ചെറിയ കോയിൻ അല്ലേ, വലിയ സ്റ്റേജ് അല്ലേ, എനിക്ക് ബോധമില്ല. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സ് വായിച്ച് അരച്ച് കലക്കി കുടിച്ച് ബാക്കി എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് എന്നെ വിസ്മയിക്കാൻ പോകുന്ന ഷാമിലാണ്. സോ ലെറ്റ്സ് വെൽക്കം ഷാമിൽ ടു ദ ഷോ. അപ്പം ടെൻഷൻ ഉണ്ടോ? അല്ല, ഇന്ന് ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് എത്തിയേക്കണേ. ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ഈ മെന്റലിസം എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതാണോ, സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതെന്താണ് സംഭവം? ഈ മെന്റലിസം എന്ന് പറയുകയാണെങ്കിൽ ഒരു ആർട്ട് ഫോമാണ്. അത് ഇപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മെന്റലിസം പഠിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ. പിന്നെ ചില ആളുകൾ വരുന്നത് അവരുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കാം എന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇതൊരു ആർട്ട് ഫോമാണ്. ഇപ്പൊ നമ്മൾ ഈ മാജിക് ഒക്കെ കാണുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. ഇതിനെ നമുക്ക് മാജിക് ഉപയോഗിച്ചും ചെയ്യാം, സൈക്കോളജി ഉപയോഗിച്ചും ചെയ്യാം, പല രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു മൈൻഡ് റീഡിങ് അല്ല നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള പേര് അല്ലെങ്കിൽ നമ്പർ, അതിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരാളുടെ കണ്ണിൽ നോക്കുമ്പോൾ കണ്ണിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വരില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ അതിനെ സ്വാധീനിക്കും. അവരുടെ ബോഡി ലാംഗ്വേജ്, ചില സമയത്ത് മാജിക്, എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഉള്ളിലുള്ള നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ നെയിം അല്ലെങ്കിൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതും അവരുടെ സമ്മതം വേണം, അല്ലാതെ ഒരിക്കലും പോസിബിൾ ആവില്ല. ഇപ്പൊ പലരും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനിത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഡീൽ ചെയ്യാനൊക്കെ പറ്റും. അതായത് മാജിക്കിന്റെ സൈഡ് എന്ന് പറയുന്നത് 100% സക്സസ് ആയിരിക്കും. സൈക്കോളജിയുടെ സൈഡിലാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുക, നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അധികം ചെയ്യാൻ മാജിക് ആയിരിക്കും. ഇപ്പൊ ഒരു മെന്റലിസം നമുക്ക് കാണണ്ടേ? മെന്റലിസം, യെസ്. ഇപ്പൊ എല്ലാവരെയും ട്രിക്കൊക്കെ കാണിച്ച് വിസ്മയിപ്പിച്ച ഒരാളാണ് എന്നെ, ഞങ്ങൾ 3 പേര്. അവിടെ വേണ്ടി വരില്ല, ഫ്രണ്ടാണല്ലോ. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്യാൻ പറഞ്ഞ ട്രിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ട്രിക്ക് എന്ന് ഉദ്ദേശിക്കുമ്പം സിമ്പിളായിട്ട് ചെയ്യണോ അതോ വലുതായിട്ട് ചെയ്യണം? കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാല്ലേ. ഓക്കെ, ട്രിക്കിലോട്ട് നടക്കാം. ട്രിക്കിലോട്ട് നടക്കുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആട്ടോ. ഓക്കെ, പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന കുറേ സോങ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ പഴയ സോങ്ങുകൾ ഉണ്ടാവും. നമുക്ക് കുറച്ചൊരു പഴയ സോങ്ങിലോട്ട് പോവാം. ഓക്കെ, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്, പണ്ടത്തെ ഒരു സോങ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ്,
അത് ഏതായാലും ഒരു സോങ് ആയിരിക്കുമല്ലോ ഉണ്ടാവും. ആ ഒരു സോങ് മനസ്സിൽ ചുമ്മാ കൊണ്ടുവരാം. മനസ്സിൽ എന്നോട് പറയുമൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു ശ്രമം നടത്തി നോക്കാം. എനിക്കിത് എത്രത്തോളം ശരിയാവുന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സോങ് മനസ്സിൽ കൊണ്ടുവരാം. നമ്മൾ മുൻകൂട്ടി ഞാനിത് പറഞ്ഞു തരുമോ, നമ്മൾ മുൻകൂട്ടി പരിചയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്നല്ലേ കാണുന്നത് അല്ലേ, അല്ലാതെ വേറെ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. എന്നെ ഇന്നല്ലേ കാണുന്നത്, ഇന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പം ഒരാൾ എന്ത് ചിന്തിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. റാൻഡം ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടുള്ള ഒരു കണക്ഷൻ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ആ പാട്ട് ജസ്റ്റ് മനസ്സിൽ പാടാം, ലിപ്സ് അനക്കണ്ട. ഓക്കെ, മനസ്സിൽ പാടാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കോൾ ചെയ്യട്ടെ. കോൾ ചെയ്യട്ടെ. ഓക്കെ, മെയിൽ വേണോ ഫീമെയിൽ വേണോ? മെയിൽ ആരെങ്കിലും വിളിക്കാം. ഓക്കെ, ആരെയും വിളിക്കാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ജസ്റ്റ് കോൾ ചെയ്യാം. സൗണ്ട് കേൾക്കും, കിട്ടില്ല അല്ലേ? ഓക്കെ, അതുൽ എന്നാണ് എൻ്റെ പേര്. ഹലോ ഹലോ മച്ചാനെ, എവിടെയാണ്? ഞാനിവിടെ കണ്ട്. നീ എവിടെയാ? എന്താ പരിപാടി? പരിപാടികളൊക്കെ പോണു. തിരക്കിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ. കൂടുതൽ ഇങ്ങനെ ചോദിക്കാനൊന്നും നിക്കണ്ട, ഞാൻ പറയുന്ന കേട്ടോ. ഓക്കെ, നിനക്കില്ലേ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, ഞാൻ പറയുന്ന കേട്ടോട്ടോ. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യണം. നീ അങ്ങനെ വലിയ പാട്ടൊന്നും കേൾക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പഴയ സോങ് മനസ്സ് കൊണ്ടുവരാൻ പറ്റുമോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. പഴയ സോങ്ങാ? നീ പറയുന്ന കേക്ക്. പഴയ സോങ് ഏതെങ്കിലും മനസ്സിൽ കൊണ്ടുവന്നോ? എടാ, നിനക്ക് പാടാനുള്ള കൈവന്നുണ്ടോ? പാടാനുള്ള കഴിവ് നിനക്കുണ്ടോ? ഓക്കെ, ജസ്റ്റ് പാടണ്ട, എനിക്ക് പറ്റുന്നത്ര പാടിക്കും. ആ പാട്ടൊന്ന് ജസ്റ്റ് നീ ഒന്ന് പാടാൻ പറ്റുമോ? ചുമ്മാ അല്ലെ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഏത് സോങ്ങാ നീ മനസ്സിൽ വിചാരിച്ചേ? എടാ, നിനക്ക് സോങ് മനസ്സിൽ വന്നിട്ടുണ്ടോ ഏതെങ്കിലും? വന്നിട്ടുണ്ടോ? ഓക്കെ, നീ ഒന്ന് പാടിയേ, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പാട്. പാടണ്ട അതാണോ വിചാരിച്ചേ? എടാ മച്ച, ഞാൻ ഇന്റർവ്യൂല. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, എങ്ങനെ പഠിക്കണം? നമ്മുടെ കോഴ്സ് ഉണ്ട് 1 month 1 lakh. എനിക്ക് അത്രയും കിട്ടുന്നില്ല. അല്ല, ഞാനിത് തെറ്റോ എന്നുള്ളൊരു ടെൻഷന്റെ കൈ എന്നാൽ ഇതെങ്ങനെയാണോ? അതാണ് ഷാമിലിന്റെ ട്രിക്ക്. ഇങ്ങനെയായിരിക്കും. അല്ല, ഇതിപ്പോ ഷാമില് ഗസ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വേറൊരാളെ വിളിച്ചിട്ട് ഗസ് ചെയ്യാന്ന് പറയുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞേ, എനിക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഇഷ്ടം. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലോ, ഞാൻ ചെയ്യുന്നൊരു പാറ്റേണിൽ എൻ്റെ ഒരു അറിവിൽ വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ചെയ്യാം. എനിക്ക് ആ പാട്ട് പാടുന്നവരെ ഞാൻ വിചാരിച്ചു എന്തായാലും ഗസ് ചെയ്യില്ല എന്നൊരു സാധനമായിരുന്നു. ഇഷ്ടായോ ട്രിക്ക്? ഭയങ്കരമായിട്ട് നൈസ്. ഞാനൊക്കെ മെന്റലിസം എന്ന് പറഞ്ഞൊരു പ്രൊഫഷനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡിനെ പറ്റി കേട്ടത് തന്നെ പ്രേതം സിനിമയിലാണ്. എങ്ങനെയായിരുന്നു ഷാമിൽ ഇതിനെ പറ്റി അറിഞ്ഞതും കേട്ടതും ഒക്കെ?
ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പറഞ്ഞ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. കാരണം മെന്റലിസം എന്ന് പറയുന്ന ഒരു കാര്യം ചെറിയൊരു കാര്യമല്ല. അപ്പം അത് മാസ്റ്റർ ചെയ്യാനായിട്ട് എത്ര വർഷങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ജസ്റ്റ് മാസങ്ങൾ കൊണ്ടാണോ മാസ്റ്റർ ചെയ്തത്, അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഞാനിത് തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒറ്റ മോനാ. ആ സമയത്ത് എനിക്ക് അങ്ങനെ സിബ്ലിങ്സ് ഒന്നുമില്ല, കളിക്കാനോ അങ്ങനെ ആരുമില്ല. കുറേ ഇപ്പം ഒരുപാട് സ്കൂളിലാണെങ്കിലും ഒരുപാട് പ്രോഗ്രാംസ് വരുമല്ലോ. ചെറിയ പ്രായം മുതൽ ഞാൻ CBSE പഠിച്ചത് ഫസ്റ്റ്. അപ്പോൾ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അവിടെ. എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കും. ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നാലും ചെറിയൊരു സർവകലാവല്ലഭനാണ്. അങ്ങനെയല്ല, എല്ലാത്തിലും പങ്കെടുക്കണമല്ലോ. പ്രോഗ്രാം വന്നാൽ അവര് പങ്കെടുപ്പിക്കല്ലോ, എല്ലാവരുടെ അടുത്തും ഫീസ് മേടിക്കും. അപ്പോൾ പിന്നെ അവരെന്തായാലും പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സൗണ്ട് ശരിയല്ല, നീ വെറുതെ നോക്കണ്ട. ചെറിയ കുട്ടിയല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, ചെറിയ പിള്ളേർ തന്നെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പറയും. അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഡാൻസ് കളിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ തന്നെ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്തോ പോലെ കളിക്കണേ, ബാക്കിയുള്ളവരൊക്കെ ഓക്കെയാ, എനിക്കത് ശരിയാവുന്നില്ല. പിന്നെ അല്ലാണ്ട് കുറേ കുറ്റപ്പെടുത്തലുകൾ വേറെ കുറച്ച് വലിയ കുട്ടികളുടെ അടുത്താണെങ്കിലും ഒരു 3ാം ക്ലാസ്സൊക്കെ എത്തുന്ന സമയത്ത് ഇതന്നെയാണ് ഞാൻ കേൾക്കുന്നത്. ഞാനാണെങ്കിൽ ചെറുപ്പം മുതൽ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ചിന്തിക്കുന്ന കൂട്ടത്തില്ല. എന്ത് കണ്ടാലും അത് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ മേലെ ഇരുന്ന് ചിന്തിക്കുക, ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കാറ്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് കണ്ടാലും അതിൽ സംശയം വരും. അങ്ങനെ ഇരുന്ന സമയത്ത് ഇപ്പം എല്ലാവർക്കും ഓരോ അവാർഡ് കൊടുക്കും, എല്ലാവരും സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അവരെ അഭിനന്ദിക്കും. എന്നെ മാത്രം ആരും വിളിക്കുന്നില്ല. അതെ, എനിക്കൊരു കഴിവില്ലല്ലോ. എനിക്കിങ്ങനെ ഒരു കഴിവില്ല, ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കപ്പം ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ, അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ? ഷെയർ ചെയ്യാൻ അങ്ങനെ ആരും ഇല്ല. വീട്ടിൽ ഉമ്മാനോട് പറയും എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, അല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഉമ്മ എന്താ പറയും? ഉമ്മ പറയും പഠിക്കണം, ജോലി മേടിക്കണം, എന്നിട്ട് പൈസ ഉണ്ടാക്കണം. അപ്പൊ നിന്നെ എല്ലാവരും അതെ അതെ അങ്ങനെ പറയും. പക്ഷെ എനിക്കത് ശരിയാവില്ല. എനിക്കിപ്പനെ ആളുകൾ എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് എന്തെങ്കിലും കഴിവ് വേണം, അതൊന്നും എനിക്കൊന്ന് പുറത്ത് കാണിക്കണം. പക്ഷെ എന്താണ് എൻ്റെ കഴിവെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് മുതുകാട് സാർ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ TV കാണുന്ന സമയത്ത് ഇങ്ങനെ ആള് ഷോ ഒക്കെ ചെയ്യായിരുന്നല്ലോ. ഫുള്ള് ആളുടെ മാജിക് അത് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാറ്. കാണുന്ന സമയത്ത് ആളിങ്ങനെ പറഞ്ഞു, ഒരു ഡയലോഗ് പറഞ്ഞു, അതായത് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കും. അതെന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇത് എന്താണ് നിങ്ങൾ ഡെയിലി ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞു. എൻ്റെ മൈൻഡിൽ ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലോക്കായി. ഞാനെന്താ ഡെയിലി ചെയ്യാറ്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഞാനിങ്ങനെ വെറുതെ എന്തെങ്കിലും കണ്ട അതിൻ്റെ മേലെ ഇരിക്കും, അല്ലാതെ വേറെ ഞാൻ ചെയ്യാറില്ല. ഒരുപാട് ഞാൻ ചിന്തിച്ച സമയത്താണ് ഈ ബാലരമയില്ലേ, ഈ ബാലരമയുടെ ബാക്കിൽ മുതുകാട് സാറ് ചില സീക്രട്സ് റിവീൽ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ചെറിയ നമ്പേഴ്സ് ഉണ്ടാവും അതിൽ. ആളെന്നെ കുട്ടികളെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ നമ്പേഴ്സ്. അപ്പം ഞാനിതെന്നും എടുത്തിട്ട് ചുമ്മാ നോക്കിയിട്ട് ചെയ്തു നോക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ വലിയ മൈൻഡ് ആക്കലില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ബാലരമ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബാക്ക് പാച്ചിലോട്ട് പോകും, അവിടെ മാജിക് സീക്രട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനിത് നോക്കാറുണ്ട്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇപ്പം മാജിക് ആണോ എൻ്റെ കഴിവ് ചിന്തിച്ചു. ചെറിയ പ്രായത്തിൽ ഇപ്പം നമുക്കൊരു സൂപ്പർ പവർ വേണം തോന്നുമ്പം നമ്മൾ കാർട്ടൂൺസ് കാണുമ്പോൾ ഏതൊക്കെ ക്യാരക്ടർ വരും, സ്പൈഡർമാൻ, സൂപ്പർമാൻ. ആ സമയത്തൊക്കെ മറ്റേ എന്താ സ്പൈഡർ കടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാല് വല വരും, അങ്ങനെയൊക്കെ സ്കൂളിൽ പറയാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര ബോധമൊന്നുമില്ലല്ലോ, ചെറുതാണല്ലോ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പറഞ്ഞ ഒരു വലയും വന്നില്ല. അപ്പൊ ഒരു വലയിൽ എത്ര പെൺകുട്ടികളെ വീഴ്ത്തി. അതെ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു മിത്താണ്, ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ സ്കൂളിൽ മാജിക് ഷോസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരും അതിനെ ഭയങ്കര സംഭവമായിട്ട് എടുക്കും. അപ്പൊ എനിക്ക് തോന്നി ഞാൻ മാജിക് പഠിക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു കഴിവ് എനിക്കുണ്ടാവും, എന്നെ എല്ലാവരും അഭിനന്ദിക്കും. പോരാത്തതിന് എനിക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, മാജിക് തുടങ്ങാം. അങ്ങനെ ഞാൻ മാജിക് തുടങ്ങി എന്ന് പറഞ്ഞാൽ മാജിക് പഠിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും നമുക്കില്ല. വലിയ എമൗണ്ട് കൊടുക്കണം മാജിക് പഠിക്കണമെങ്കിൽ, അത്യാവശ്യം നല്ല പൈസ വേണം ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ആ സമയത്ത് മാജിക് കാണിക്കാന്ന് പറയുന്ന അവരുടെ കണ്ണിൽ
ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ചെന്ന് മറ്റേ ഈ സ്നേക്കിനൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുക. ചെയ്യുന്ന മാജിക്കാണ് സ്ട്രീറ്റ് മാജിക്ക്. അപ്പം ഞാൻ ആ വഴിക്ക് പോകും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം. കാണുന്ന എല്ലാ മജീഷ്യൻസിനെയും ഞാൻ പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. ഞാൻ ഇൻട്രോവേർട്ട്, അങ്ങനെ അധികം സംസാരിക്കില്ല. അങ്ങനെ കണക്ട് ചെയ്ത് ഒരു നമ്പർ കിട്ടി. ആ നമ്പർ കിട്ടി. ആ നമ്പറിന്റെ പിന്നാലെ പോയിട്ടാണ് മാജിക് പഠിച്ചു തുടങ്ങുന്നത്. ആ നമ്പർ ഒരു മജീഷ്യൻ്റെയാ. പക്ഷെ ആള് വിളിച്ചിട്ട് എടുത്തിട്ടില്ല, എന്നെ അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ ആളെ കണക്ട് ചെയ്യാൻ വേണ്ടി പിന്നാലെ നടന്നിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് കൂടി. എങ്ങനെയെങ്കിലും മാജിക് പഠിക്കണം, മാജിക് പഠിച്ചേ പറ്റൂ. വീട്ടുകാർക്ക് താല്പര്യമില്ല. ഈ നമ്പറിനെ ഞാൻ ഒപ്പിക്കുന്ന ഭയങ്കര റിസ്ക് എടുത്തിട്ടാ. സ്കൂളിൽ ഷോ ചെയ്യാൻ വന്ന മജീഷ്യനാണ്. ആളുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോവാ ഞാൻ. നമ്പർ ഇപ്പൊ കിട്ടും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇൻട്രോവേർട്ട് ആണല്ലോ. വിളിക്കണമെന്ന് ഇങ്ങനെ തോന്നും. ഞാൻ കൈയൊക്കെ ഇങ്ങനെ കൊണ്ട് ആളിങ്ങനെ സംസാരിക്കുമ്പോൾ, പക്ഷെ ഞാൻ വേണ്ട, ഞാൻ എന്ത് പറയാനാ, ഇൻട്രോവേർട്ട് അല്ലേ. സംസാരിച്ചില്ല. അപ്പൊ ആള് താഴെ ഇറങ്ങി. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു പ്രോഗ്രാം. താഴെ ഇറങ്ങി. വീരവഞ്ചേരി LP സ്കൂളിൽ ഞാൻ പഠിച്ചത്. താഴെ ഇറങ്ങി. ആള് കാറിൽ കയറി. എനിക്ക് ആകെ വിഷമായി. കാരണം ഞാൻ ഒരുപാട് നേരം ആളുടെ പുറകെ നടക്കുന്നു. ഒരു ചെറിയ വൈറ്റ് മാരുതി കാറാണ്. അപ്പോൾ ആള് കാറിങ്ങനെ വളച്ച സമയത്ത് ബാക്കിലുണ്ട് മാജിക് അക്കാഡമി കോണ്ടാക്ട് എന്ന് പറഞ്ഞ നമ്പർ. ഞാൻ അപ്പം തന്നെ പോയി ഒരു പേപ്പറും പെൻസിലും എടുത്ത് എഴുതി വെച്ച് ആ പേപ്പറും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഞാൻ ഉമ്മാക്ക് കൊടുത്തു. ഉമ്മ ഈ പേപ്പർ മൈൻഡാക്കിയില്ല. എനിക്ക് ആ പേപ്പർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മാജിക് പഠിക്കാമല്ലോ, ആളെ കിട്ടിയല്ലോ. ഞാനിത് ഉമ്മാക്ക് കൊടുത്തു. ഉമ്മ കയ്യിൽ വെച്ചു. ഒരുവിധം ഞാനത് ഫോണിൽ ഉമ്മാന്റെ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ടു. ഉമ്മ വിളിച്ചില്ല. ഞാനിതിന്റെ പിന്നാലെ തന്നെ കൂടി. കിട്ടുന്നിടന്ന് പുസ്തകങ്ങൾ മേടിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെ ട്രിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ ഒരു 6ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് കറക്റ്റ് മാജിക്കിലോട്ട് ഞാൻ വരുന്നത്. അങ്ങനെ മാജിക് പതിയെ പഠിച്ച് ഒരു 7ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി കേട്ടോ. ഫസ്റ്റ് പ്രോഗ്രാം പക്ക ഫ്ലോപ്പായിരുന്നു. ഫസ്റ്റ് അതായത് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന സമയം ഫസ്റ്റ് പ്രോഗ്രാം എന്നത് എനിക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള് ഫസ്റ്റ് സ്റ്റേജിൽ കയറാന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇൻട്രോവേർട്ടാ, ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ആ സമയത്ത് സ്റ്റേജിൽ കയറണം. ഞാൻ കുറെ പൈസ ഒക്കെ ഇട്ട് ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സ്റ്റേജിൽ കയറണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ ഈ മാജിക്കിന്റെ സാധനങ്ങൾ കിട്ടുന്നിടത്തൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് സാധനങ്ങൾ മേടിക്കാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് ഫണ്ട് തരില്ല. എൻ്റെ എവിടുന്ന പൈസ? എൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഈ മാജിക് പഠിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീടുണ്ട് മാഹി. അപ്പം ഞാൻ അവിടെ ചുമ്മാ നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാ. സ്കൂൾ പൂട്ടിയതാണ്. ഞാൻ പോയി അവിടെ ചെന്ന സമയത്ത് അവിടെ അതായത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോള്. അപ്പൊ അവളുണ്ട് അവിടെ. അവൾക്ക് ഞാൻ വരികയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റാ. ഞാൻ അതെ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒരു വിലയില്ല. ആ സമയത്ത് അപ്പൊ ഇവള് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് മാജിക് അറിയാന്ന് പറഞ്ഞു. ചെറുതാണല്ലോ, ഞാനൊന്നും ചെറുതാണ്, എന്നാൽ എന്നെക്കാളും ചെറുതാണല്ലോ. മാജിക്കോ? നീയോ? മാജിക്കായിട്ടൊരു ബന്ധമില്ല. അവളെങ്ങനെ മാജിക് ചെയ്യാ? നീയോ മാജിക്കോ? ഞാൻ പറയാം എനിക്കറിയാം മാജിക്. അപ്പൊ എന്നോട് 2 നമ്പർ കാണിക്കും. ഞാൻ ചെറിയ നമ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞാ നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവളകത്ത് പോയിട്ട് വലിയൊരു ബോക്സ് കൊടുത്തു വരിക. നോക്കുമ്പോൾ ഫുൾ മാജിക്കിന്റെ കിറ്റ്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് കിട്ടി? നോക്കുമ്പോ അവളുടെ ഇത്താത്ത ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ബോക്സ് കൊണ്ടുവന്നതാ. ഇവളത് നോക്കിയിട്ട് ട്രിക്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ സമ്മതിച്ചു കൊടുക്കൂലോ, അനിയത്തിയല്ലേ. അപ്പം അവള് ഒരു കിറ്റും കൊണ്ടുവന്നു. വലിയ ബോക്സാ. ഞാൻ ചോദിച്ചു ഇതെവിടുന്നാ, നിനക്ക് ഇവിടുന്ന് ഈ മാജിക്കിന്റെ സാധനം കിട്ടിയ? സ്വഭാവമായിട്ട് ചോദിക്കല്ലോ. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇത്താത്ത കൊണ്ടുവന്നാന്ന് പറഞ്ഞു. ഇത്രയും വലിയ ബോക്സോ? അത് മാജിക് ആയിട്ട് ഒരു ടച്ചും ഇല്ല അവക്ക് എന്തിനാ ഇത്രയും വലിയ ബോക്സ്? അപ്പോൾ പറഞ്ഞു ഞാൻ കാണിച്ചു തരട്ടെ. കാണിക്ക് നോക്കാം. നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല, കാരണം എന്താ, അനിയത്തിയാണ്. അവൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി. കാണിക്കുന്ന സമയത്തെ ഞാൻ അവളെ എന്താക്കാണ്, മാക്സിമം നമ്മളിപ്പോൾ ആദ്യം ഇപ്പൊ നമ്മളിപ്പോ ഒരു മജീഷ്യൻ ഷോ ചെയ്യുന്നുണ്ടാല് അത് അവിടെ നിന്ന് എടുത്തു ഇവിടെ നിന്ന് എടുത്തു നമ്മൾ പറയല്ലോ. അതേപോലെ ഞാൻ പറയാൻ തുടങ്ങി. പറയും തോറും ഇവക്ക് ഇങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കുക, ദേഷ്യം വരിക. ഓരോ ട്രിക്കും ഇങ്ങനെ കാണിച്ച് ലാസ്റ്റിലോട്ടെത്തി. എല്ലാ സ്ഥലത്തും ഞാനൊരു റീസൺ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ചെറിയ ട്രിക്ക് എനിക്ക് അറിയാം, പറയുമല്ലോ. ഞാൻ പറഞ്ഞു. ലാസ്റ്റ് എൻഡിലെത്തിയ സമയത്ത് ഇവിടെ എനിക്കൊരു 4 ബ്ലാങ്ക് കാർഡ്സ് കാണിച്ചു തന്നു. ഫ്രണ്ടിൽ 4 കാർഡ്സ് വെച്ചു. പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാർഡ് പറയാൻ പറഞ്ഞു. ഞാൻ ഒരു കാർഡ് പറഞ്ഞു.
ഈ ബ്ലാങ്ക് കാർഡ്സ് അവളിങ്ങനെ സ്നാപ്പ് ചെയ്തപ്പോൾ ഈ 4 കാർഡിലും പിക്ചർ വന്നു. പറയാനൊരു റീസൺ കിട്ടുന്നില്ല. എന്ത് പറയും? ഇത് ഞാൻ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്ത് പറയും? അങ്ങനെ കുറേ ചിന്തിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു 3D കാർഡായിരിക്കും അതെന്ന് പറഞ്ഞു. അന്നേരം അവൾക്ക് ദേഷ്യം കൂടി. അവൾ പറഞ്ഞു എന്നാ നീ വേറൊരു പിക്ചർ പറയാന്ന് പറഞ്ഞു. ഞാൻ വേറൊരു പിക്ചർ പറഞ്ഞു, അതും കാണിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ 2 ലെയറിൽ 3D കാർഡായിരിക്കും. അന്നേരം മാറ്റിയിട്ട് പറഞ്ഞു വേറൊരു പിക്ചർ പറയാം. അതും കൂടെ പറഞ്ഞപ്പം എനിക്ക് പിന്നെ അതെങ്ങനെയെങ്കിലും പഠിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ പോട്ടെ കുഴപ്പമില്ല, അതെങ്ങനെ ചെയ്തേന്നൊന്ന് പറഞ്ഞു തന്നായിരുന്നു. നമ്മൾ ഈഗോ ഒക്കെ അവിടെ സമർപ്പിച്ച് വെച്ച് ചോദിച്ചു, കൊന്നിട്ട് പറഞ്ഞു തന്നില്ല. ഞാൻ കുറേ ചോദിച്ചു, പറഞ്ഞു തന്നില്ല. പിറ്റേന്ന് നമ്മൾ ക്ലാസ് പോയ സമയത്തോ എവിടെയോ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബോക്സ് എടുത്തു. ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സീക്രട്ട് എന്താന്ന് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ബുക്ക് ഉണ്ടാവും, CD ഉണ്ടാവും, ഒരു ചെറിയ CD ഉണ്ട്, ആയിട്ടിട്ട് നമുക്ക് കാണാം. ഞാൻ ഇവള് കാണാതെ അതിലുള്ള എല്ലാ ട്രിക്സും പഠിച്ച് അതേപോലെ തന്നെ കൊണ്ടുപോയി വെച്ച്. അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു നീ ഇന്നലെ കാണിച്ച ട്രിക്ക് ഒന്നും കൂടെ ഒന്ന് എൻ്റെ അടുത്ത് കാണിച്ചു തരുമോ? അതിനെന്താ കാണിക്കാലോ. ഇവക്കറിയില്ല മാജിക്കിന്റെ റൂൾ വെച്ചിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് തന്നെ സെയിം എഫക്റ്റ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കരുത് എന്നാ. ആ ഡിഫറെന്റ് മെത്തേഡ്സ് കാണിക്കണം. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ട്രിക്ക് ചെയ്തു, ഒന്നൂടെ കാണിക്കാൻ പറഞ്ഞാൽ വേറൊരു മെത്തേഡിൽ ആ എഫക്റ്റ് ചെയ്യണം. ഇവളാ സെയിം മെത്തേഡ് തന്നെ, അവൾക്ക് അതറിയില്ലല്ലോ. അതെ, അതേപോലെ തന്നെ ഇവള് കാണിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു അതങ്ങനെയല്ലേ ഇതിങ്ങനെ അങ്ങനെയല്ല മനസ്സിലാക്കിയ. ലാസ്റ്റ് എത്തിയപ്പോ ഇവളത് പൊക്കി നോക്ക് മനസ്സിലായി. ഞാനത് എടുത്ത് നോക്കിയതാണ്. പിന്നെ ആള് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് 2 പേർ കൂടെ കാണിക്കാം. നമ്മൾ 2 പേരും കൂടെ വീട്ടിലിങ്ങനെ, വീട്ടുകാരാണ്, ഇൻട്രോവേർട്ട് ആണെങ്കിലും പ്രശ്നമില്ല, ഫാമിലി ആണല്ലോ. ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങി, അവളും ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവള് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഒരു പെർഫെക്ഷൻ ഇല്ല. ഞാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ഇവരെല്ലാരും ക്ലാപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് എനിക്ക് ഒരു കോൺഫിഡൻസ്, ഒരു ക്ലാപ്പ് കിട്ടുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ ആദ്യമായിട്ട് കയ്യടി കിട്ടുമ്പോൾ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം എനിക്ക് 1000ഓളം ട്രിക്സ് അതിൽ വരുന്നുണ്ട്, ടീച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗിമ്മിക്സ് സാധനങ്ങൾ വരുന്നത് ആകെ കുറച്ച് ട്രിക്സേ ഉള്ളൂ. ഇവള് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവള് കാണാത്ത കുറെ ട്രിക്സ് അതിലുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ എടുത്ത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇവക്ക് അത് ഇഷ്ടാവാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് വരിക. ഈ കിറ്റ് എന്റേതല്ല, ഇത് അവളുടെ കിറ്റാ, ഇത് അവൾക്ക് കൊടുക്കണം. എനിക്ക് ചോദിക്കാനും പറ്റില്ല, കാരണം അവളുടെ ഇത്താത്ത അവൾക്ക് കൊടുത്ത സാധനമാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ദിവസം അപ്പൊ എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം. കാരണം ഇത്രയും കാലം എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയില്ല, അവൾക്ക് കിട്ടി. അവളോട് ചോദിക്കാനും പറ്റില്ല, കാരണം അത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല, കാരണം എനിക്ക് വീട്ടുകാർ മേടിച്ചു തരാനും പോണില്ല. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാല് ആരും പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ വീട്ടിലും പറയാൻ പറ്റില്ല, കാരണം അത് അവളുടെ ബോക്സാണ്. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് ഇവള് പറഞ്ഞു എന്നോട് ഈ കിറ്റ് കൊണ്ടുപോക്കോ. ഞാൻ അവിടെ നിന്നായി എന്നുള്ളൊരു അങ്ങനെ ഒരു സാധനം വന്നു. ഞാൻ ഓക്കെ കുഴപ്പമില്ല, സന്തോഷമായല്ലോ. ഞാൻ ആ കിറ്റ് കൊടുത്ത് വീട്ടിൽ വന്നു. ഇപ്പൊ വീട്ടിൽ വന്ന സമയത്ത് ഉമ്മ ചോദിച്ചു തന്ന സാധനം ഇത് മാജിക്കിന്റെ ആണ്, അനിയത്തി തന്നാന്ന് പറഞ്ഞു. പറഞ്ഞു മാജിക് നീ ഇത് ഇതുവരെ വിട്ടില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എൻ്റെ അടുത്ത്. ഞാൻ എന്താക്കി ഉമ്മാക്ക് ഓരോ ട്രിക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. കാണുന്ന സമയത്ത് ഉമ്മ ഭയങ്കരമായിട്ട് ഷോക്കാവും. ചെറിയ ട്രിക്ക് കാണിച്ചത് അതെങ്ങനെ എന്ന രീതിയിൽ എന്നോട് ചോദിക്കും, ഇത് കൊള്ളാലോ എന്നൊക്കെ പറയും. ഇപ്പൊ ഞാന് ഈ ലോകത്തിൽ ഏറ്റവും വലിയ മാജിക്കിന്റെ ട്രിക്ക് കൊണ്ടേ കാണിച്ചാലും വലിയ കുലുക്കമില്ല, ജസ്റ്റ് നോക്കിയിരിക്കും. എന്നിട്ട് എനിക്ക് വിഷമമുണ്ടാന്ന് കരുതി ജസ്റ്റ് ഉമ്മ അടിപൊളി പൊളി എന്ന് പറയും, കാരണം കണ്ടത് ശീലായി. അങ്ങനെ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്നാണ് അവിടെ വേറൊരു സംഭവം നടക്കുന്നത്. വീട്ടിൽ കമ്മിറ്റിക്കാർ വരികയാണ് പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡാൻസ് കളിക്കോ പാട്ട് പാടോ, പിന്നെ പ്രോഗ്രാമിന് പേരിടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഇൻട്രോ ഇട്ടാ. ഞാൻ ഒരു വന്നപ്പോ തന്നെ ഒന്ന് മാറി നിന്നു. ഞാൻ മാറി നിന്നു. ഞാൻ ഈ മാജിക് ഷോ ആയിട്ട് ചെയ്യണമെന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. മാജിക് ഷോ ആയിട്ട് ചെയ്യണം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ഉമ്മ ചോദിച്ചു നീ ഡാൻസ് കളിക്കോ, ഡാൻസിന് കൊടുക്കട്ടെ, പേര് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, പാട്ട് കൊടുക്കട്ടെ. പെട്ടെന്ന് ഉമ്മ പറഞ്ഞു അപ്പം കുറച്ചായിട്ട് മാജിക് കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഇവനോ മാജിക്കോ എന്നുള്ളൊരു സാധനം. ചെറുതാണല്ലോ ആ സമയത്ത്, എനിക്ക് തോന്നുന്നൊരു 6ാം ക്ലാസ് ആ സമയം തോന്നുന്നുണ്ട്, ചെറുതാണ്. അപ്പൊ ഇവനോ അതായത് എനിക്ക് വിശ്വാസമാവില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻട്രോവേർട്ടാ, ഇങ്ങനെ സംസാരിക്കില്ല.
അന്നേരം ഉമ്മ പറഞ്ഞു അവൻ കാണിച്ചു തരും, നീ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ശാലു എന്ന് വിളിക്കും, ശാലു നീ ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ കാണിച്ചു കൊടുക്കാല്ലേ, ഞാൻ അകത്ത് പോയിട്ട് മറ്റേ കാർഡിന്റെ സാധനം ഉണ്ടല്ലോ, ബ്ലാങ്ക് ആണ്, പിക്ചേഴ്സ് വരും. ഇത് കാണിച്ചപ്പോ കമ്മിറ്റിക്കാരാകെ ഇംപ്രസ്സായി, ഇവര് ഇംപ്രസ്സായി, വേറെ ഒന്നും വേണ്ട. എന്തായാലും ഈ പ്രോഗ്രാം അന്നേരം ഇവര് പറഞ്ഞു ഓക്കെ പേരിടാം കൊടുക്കാം. എനിക്ക് എങ്ങനെയാ ഷോ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടത്, ഷോന്റെ റൂൾസ് എന്തൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പി, അതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളാണ്, വളരെ ചെറിയ സാധനങ്ങളാണ്, ഓരോ ചെറിയ സ്പോഞ്ചിന്റെ സാധനങ്ങളും ബോൾസും ചെറിയ ചെറിയ കപ്പും അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മെജീഷ്യൻസ്, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഷോ ചെയ്യുമ്പോൾ മെജീഷ്യൻസ് എന്ത് ചെയ്യും, സ്റ്റേജിന്റെ പുറകിൽ പോയി നിൽക്കും. പിന്നെ കുറെ ടൈമായിട്ടാണ് മുൻപിലോട്ട് വരിക, സ്റ്റേജിലോട്ട് കയറി വരിക, അതെനിക്കറിയാം. പിന്നെ ഇതിനൊരു ഓർഡർ ഉണ്ടാവും, ഒരു ട്രിക്ക് കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്ത് അടുത്ത ട്രിക്കിലോട്ട് പോകും. ഈ സാധനമൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഓരോ ചെറിയ സാധനത്തിന് നമ്പർ ഇടാൻ തുടങ്ങി. ചെറിയ പേപ്പർ കട്ട് ചെയ്തിട്ട് 1 2 3 4 അങ്ങനെ ഇട്ട് വെച്ചു. പിന്നെ ഇതിൽ സെറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, എടുക്കുക കാണിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ കാണിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് കാണണം. ഞാൻ അവിടെ ഫുട്ബോൾ കളിക്കായിരുന്നു, ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ഉള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ വലിയ ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം വരുന്നുണ്ട്. കുറച്ച് ഷോ ഇറക്കി. ഞാൻ പറഞ്ഞു എൻ്റെ വലിയ പ്രോഗ്രാമാണ്, ഞാൻ ഷോ ചെയ്യാൻ പോവാണ്, എല്ലാവരും കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ആണോ നീ ചെയ്യോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ റോപ്പ് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ഒന്നാക്കുന്നു, ഇങ്ങനെയുള്ള ചെറിയൊരു നമ്പർ കാണിക്കും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് എൻ്റെ ഷോ കാണാൻ. ഒരു ചെറിയൊരു സാധനം കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഷോ ചെയ്യാൻ പോവാ, എന്നാലും നീ അവിടെ എന്തൊക്കെ ചെയ്യും? ഞാൻ പറയാം വലിയ മുയലിനെടുക്കും, പ്രാവിനെടുക്കും. മുയലെന്ന് ഉദ്ദേശിച്ച ചെറിയ സ്പോഞ്ചിന്റെ മുയലുണ്ട് അതിൽ, അതെടുക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഇവന്മാര് വലിയ മുയലാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ചെറുതാണ്, ശിവന്മാര് ചിന്തിക്കണ ഒറിജിനൽ മുയലിനെ എടുക്കുന്നതാണ്, റാബിറ്റിനെ എടുക്കുന്നതാണ്. അങ്ങനെ ഇവരെല്ലാവരും ഷോന് വരാൻ വേണ്ടി തയ്യാറായിക്കുക. ഞാനാണ് റെഡിയാണ്, കോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി, കണ്ണാടി കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്യും. ഞാൻ ചെറിയ സാധനമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേജിൽ കയറാൻ പോവാ. ഫസ്റ്റ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാ, എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറണം, എങ്ങനെയെങ്കിലും ഇവരെ മൊത്തം ഇമ്പ്രസ് ചെയ്യണം, ഞാൻ വലിയ സംഭവമാണെന്ന് എല്ലാവരെയും കാണിക്കണം, ഇതാണ് മൈൻഡില്. എല്ലാരോടും ഞാൻ നല്ല രീതിക്ക് തള്ളി മറച്ച് വെച്ചേക്കുക. ഞാൻ പുള്ളിക്കും അതാക്കും ഇതാക്കും ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി മുന്നിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു ഇവരോടൊക്കെ. ഇവരെല്ലാരും ഉണ്ട് എന്നോട് സെറ്റല്ലേ, അവർ സെറ്റാണ്. ഞാൻ ബാക്കിൽ ചെന്നപ്പം ഉമ്മർ നീ ഇറങ്ങുന്നില്ല, എന്നെ പേര് വിളിക്കാനായി. നോക്കിയ സമയത്ത് അവിടെ ഓപ്പൺ സ്റ്റേജാ. അതിന് ഞാൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി. ചെറുതല്ലേ ഞാനോട് പറഞ്ഞു ഇങ്ങനെയാണോ മാജിക്കിനൊക്കെ വിളിച്ചാൽ ഇത് കവറൊക്കെ ചെയ്യണ്ടേ, ഹൈഡാക്കി വെക്കണ്ടേ? ഞാൻ പറഞ്ഞേരം അവർ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ് ഇവര്. ഞാൻ പറയുമ്പോൾ ഞാൻ ചെറുതല്ലേ, ഇതിപ്പോ എന്താ നീ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ആ സൈഡ് മറയ്ക്കണം, എന്നാലേ ഞാൻ സ്റ്റേജിൽ കയറുള്ളൂ എന്നൊക്കെ. ഇനി ഇവര് കഷ്ടപ്പെട്ട് ഒരു തുണിയൊക്കെ എടുത്ത് ജസ്റ്റ് ചെറുതായിട്ട് അവിടെ മറച്ചു. ഇവർ വിചാരിക്കുന്ന ഞാൻ വലിയ ഷോ ചെയ്യാൻ പോകുന്നതാ. ഞാൻ ബേക്കിൽ നിൽക്കുക, അപ്പൊ ഉമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നീ കയറുന്നില്ല, സ്റ്റേജിൽ കയറുന്നില്ല, വാ അവരിപ്പോ വിളിക്കുന്ന പറഞ്ഞു. ഞാൻ പറയും നിൽക്ക്. നേരം ഞാൻ അവിടെ ഇങ്ങനെ കോട്ടിന്റെ കുടുക്കയക്കണ്, കുടുക്കയക്കുന്നു. നീ എന്താ കാണിക്കുന്നത്? ഇങ്ങനെയാണ് മെജീഷ്യൻസ്, പെട്ടെന്ന് കയറാൻ പാടില്ല, ടൈം എടുത്തിട്ടേ കയറാൻ പാടുള്ളൂ. പറഞ്ഞാ നീ ചെയ്തോ എന്ന് പറഞ്ഞു. നമ്മൾ അവരെ തോന്നിപ്പിക്കണമല്ലോ, നമ്മൾ മാജിക് ചെയ്യുന്ന ഞാനങ്ങനെ കണ്ടിട്ടുള്ളത്. ഇവർ ബാക്കിൽ പോയി കുറച്ചേരം ഇരിക്കും മെജീഷ്യൻസ്, എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരും. ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ പറഞ്ഞു മതി എനിക്ക് കയറാം. ഞാൻ സ്റ്റേജിൽ താഴെത്തി, ഞാൻ താഴെയാണ് കാണുന്നുള്ളൂ. ഇവരാണ് അടുത്തതായി നമ്മുടെ നാട്ടിലെ എന്നൊക്കെ പറഞ്ഞിട്ട് കയറാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. ഞാൻ ചെറുതെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പോലും മര്യാദയ്ക്ക് പറ്റത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും പിടിച്ച് വേല വെച്ച് ഞാൻ സെൻട്രലിലോട്ട് വന്നു. ഫുള്ള് ലൈറ്റാണ്. ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മൊമെന്റിൽ ലൈറ്റ് ഓഫ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ഇടുന്ന ആളോട് ഞാൻ ഒരു ആക്ഷൻ കാണിക്കുന്നേരം നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണം, ഈ ലൈറ്റ് മാത്രം മതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ അവിടെ ഇവിടെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് ട്രിക്സും കൂടെ ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു മൊമെന്റിൽ ഞാൻ ഒരു സിഗ്നൽ കാണിക്കും, അപ്പം ലൈറ്റ് ഓഫ് ചെയ്യണം, ഈ LED ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞ അവർ കാര്യമാക്കിയിട്ടില്ല. ഞാൻ സ്റ്റേജിൽ ചെന്ന് ഫുള്ള് ലൈറ്റാ, ഓഡിയൻസിനൊന്നും കാണുന്നില്ല. അപ്പം ലൈറ്റിന്റെ പവർ കുറച്ചപ്പോൾ ഞാൻ മൈക്ക് എടുത്ത് ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുക. ഹലോ പറയാൻ വേണ്ടി മൈക്ക് ഇങ്ങനെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുള്ളൂ. കൈ വിറയ്ക്കാൻ തുടങ്ങി ഇവിടുന്ന്. ഞാൻ പറയുന്നത് ഹലോ ഒന്നും വരണില്ല. അന്നേരം കമന്റുകാർ വിളിച്ചിട്ട് എന്താ കാണിക്കുന്നത്? ഞാനിങ്ങനെ നോക്കിയപ്പോ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ടില്. ഇവന്മാരുടെ അടുത്ത് നാണം കേട്ടില്ലേ, എനിക്ക് കാലും കൈയൊക്കെ വിറയ്ക്കുക, നിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അന്നേരം പറഞ്ഞു നീ ഇത് കാണിക്കണം, നാണക്കേടാണ്, സ്റ്റേജിൽ കാണിക്കുന്ന പറഞ്ഞു. ഞാൻ തിരിച്ച് സ്റ്റേജിൽ കയറി. എന്തേലും ആവട്ടെ നിന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കോയിൻ എടുത്ത് ഒരു സ്റ്റേജിൽ നിന്നാ ഞാൻ കോയിൻ എടുക്കുന്നത്.
ആരെങ്കിലും കാണുമോ കോയിന്? ആരെയും കാണുമോ? അത് ചെറിയ കോയിനല്ലേ, വലിയ സ്റ്റേജ് അല്ലേ, എനിക്ക് ബോധമില്ല, ചെറുതല്ലേ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിയേ, നോക്കി ഇവരെന്താ കാണിക്കുന്നത്, ഇവരെന്താ കാണിക്കുന്നതെന്നാണ് ഇവര് നോക്കണേ. ചെറിയ കോരി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇവർക്കൊന്നും മനസ്സിലാവില്ല. അതാണ് കോമഡി. ഇവര് കാണുന്നുണ്ട്, പിന്നെ ആരൊക്കെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ടെങ്ങാനായിരുന്നു ക്ലാപ്പ് ചെയ്യാൻ. അപ്പൊ തന്നെ അടുത്ത സാധനം എടുത്ത് ബോൾ എടുത്തിട്ട് ഇങ്ങനെ കുറെ ബോളാക്കണം. ബോൾ എടുത്ത് ബാക്കി ബോൾ പോക്കറ്റിൽ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ സ്റ്റേജ് കൂടെ വിട്ടു പോകുന്നു. ബോൾ വീണു, കഴിഞ്ഞു. ഫ്രണ്ടിൽ സ്പീക്കറൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആളും കണ്ടില്ല. അത് കഴിഞ്ഞ് ഇവരെ ഇമ്പ്രസ് ചെയ്യണം, ഇല്ലേ പ്രശ്നമാണ്. ഞാൻ ഒന്നാമത് ഇത്രയും ഡയലോഗ് അടിച്ച് വെച്ചേക്കുക, ഇമ്പ്രസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു സാധനം ഉണ്ട് എൻ്റെ കൈമുണ്ട്, അതിനാണ് ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞത്. ഞാൻ മൂപ്പർക്ക് കൈ കൊണ്ട് സിഗ്നലൊക്കെ കൊടുത്തു. മൂപ്പര് ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇനിയാണ് മക്കളെ കാണിക്കാൻ പോണേ. സാധനം അവിടെ ഒരു പെൻസിലാ, അതിങ്ങനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. എനിക്കിത് എങ്ങനെയാ ഫ്ലോട്ട് ചെയ്യിക്കാന്നോ ഒരു ഐഡിയ ഇല്ല. ഞാൻ യൂട്യൂബിൽ അവിടെ നിന്ന് ഇവിടുന്ന് കണ്ടിട്ടുള്ള ഒരു ഐഡിയ എനിക്കുള്ളൂ. ഇപ്പം അറിയാം, ആ സമയത്ത് നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു നൂല് കെട്ടി ഇങ്ങനെ പൊന്തിക്കണം. അന്നേരം ആ സമയത്ത് മറ്റേ ഈ ഇതില്ലേ നങ്കീസില്ല, മറ്റേ മീനെ പിടിക്കണ മറ്റേ, അപ്പൊ അത് വെക്കണം എന്നൊക്കെയാണ് യൂട്യൂബിൽ ഞാൻ കണ്ടത്. ആ സമയത്ത് ഞാൻ എന്താക്കി അങ്ങനെ ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെൻസിൽ ഇങ്ങനെ വിട്ടു, പെൻസിൽ ഇങ്ങനെ നിൽക്കുകയാറില്ല. ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേര് മൊത്തം എഴുന്നേറ്റ് ക്ലാപ്പോടെ ക്ലാപ്പ്. അങ്ങനെ മൂപ്പരാള് സൈഡത്തെ ലൈറ്റ് അങ്ങിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കൊണ്ടുപോയമാര് കൂവാൻ തുടങ്ങി. നന്നായിട്ട് കൂവി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നാണം കെടുത്തി. കമ്പനിക്കാരൊക്കെ പറഞ്ഞു ഇറങ്ങി പോടാ സ്റ്റേജിൽ നീ ഇങ്ങോട്ട് വരണ്ട. അതിന് ഇവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരെ സംബന്ധിച്ച് ഇവരെന്നെ അത് പിടിച്ചു എന്നുള്ളൊരു സാധനം ഇവർക്ക്. എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നാമത് ഞാൻ ഇത്രയും ഡയലോഗ് അടിച്ചു ഇവിടെ, ഇവരുടെ അടുത്ത് ഇത്രയും ഡയലോഗ് അടിച്ചു. അപ്പൊ ഞാൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സ്റ്റേജിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മൊത്തം പ്രശ്നമായി. ഞാൻ സ്റ്റേജിൽ നിന്ന് താഴെയിറങ്ങി, ഞാൻ കരഞ്ഞു. ഞാൻ നന്നായിട്ട് കരഞ്ഞ് ഞാൻ ഉമ്മാടൊന്നും പറയാണ്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിലോട്ടങ്ങ് നടന്ന് നേരെ വീട്ടിൽ ചെന്ന് ഈ ബോക്സ് ഞാൻ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഉമ്മ വന്ന് ഉമ്മ പറഞ്ഞ് എന്താ പറ്റിയ? ഞാൻ പറഞ്ഞ് എനിക്ക് മാജിക് വേണ്ട, ഒരു സാധനം വേണ്ട, ഇതൊന്നും എനിക്ക് പറ്റിയ പണിയേ അല്ല. ഉമ്മ പറയായിരുന്നു ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, നീ ഇതൊന്നും ചെയ്യണ്ട. ഞാൻ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, ഞാനാണ് മിസ്റ്റേക്ക് ചെയ്തത്, എനിക്കാണ് തെറ്റ് പറ്റിയത്, എനിക്കിത് പറ്റിയ പണിയല്ല, ഞാൻ വിട്ടു. ഇനി ഞാൻ മാജിക്കിന്റെ പിന്നാലെ പോലെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിട്ടു. പക്ഷെ അന്ന് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കോളം ഞാൻ മിണ്ടിയിട്ടില്ല ആരോടും. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കും, മിണ്ടാണ്ടിരിക്കും. ഒന്നാമത് എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഞാൻ അധികം ചുമ്മാ പുസ്തകങ്ങൾ വായിക്കും, ഓരോ ഡ്രോ ചെയ്യും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കും, മിണ്ടാതിരിക്കും. എനിക്കതെന്തോ പോലെ കളിക്കാൻ പോകണില്ല. ഫ്രണ്ട്സ് വിളിക്കാൻ വന്നിട്ട് പറയും എടാ അത് പോട്ടെ സാരില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഊക്കും. ഇതെന്നെ പരിപാടി. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പം ഈ മുതിർന്ന ആൾക്കാരില്ലേ, ഇവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ചില ആൾക്കാർ പറയും എടാ ഫസ്റ്റ് ടൈം അല്ലേ, നിനക്ക് അടുത്ത ശരിയാക്കാം, ചെറിയ കുട്ടിയല്ലേ ഞാൻ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കടയിൽ പോയ സമയത്ത് കടക്കാരനും എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു നീ അറിയുന്ന പണിയെടുത്താൽ പോരെ, എല്ലാവരും ഇതൊക്കെ ചെറിയ സിമ്പിൾ സാധനമാണെന്നാണ് വിചാരിച്ചേ. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൊണ്ടു. ബാക്കി ചില മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ലടാ ശരിയാക്കാം, നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയും എന്റെ മൈൻഡില്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി നിർത്തിച്ചാട്ടാ, ഇനി ഞാൻ മാജിക് ഇല്ല, വിട്ടു, കഴിഞ്ഞു. ഇങ്ങനെ ഞാൻ മിണ്ടാതിരിക്കുക, ഒരു ഹാപ്പിനെസ് ഇല്ല എനിക്ക്. ഇത് കണ്ടോണ്ടിരുന്ന ഉമ്മാക്കും വാപ്പാക്കും സങ്കടമായി, വിഷമായി. ആകെ ഒരു മോനേ ഉള്ളു, ഇനി അവന് ഭ്രാന്തായിട്ട് കഴിയില്ലല്ലോ. അങ്ങനെ ഉമ്മയും വാപ്പയും കൂടെ എന്നോട് പറഞ്ഞു ഞാൻ പഠിപ്പിക്കാൻ കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞു ഞാൻ ആ പരിസരത്തോട്ടില്ല, ആര് പഠിപ്പിക്കാൻ വിളിച്ചാലും ഞാൻ വരില്ല. പിന്നെ ഇവർക്ക് എന്നെ പഠിപ്പിക്കണമെന്നായി. എനിക്ക് പഠിക്കണ്ടെന്നുമായി. ആ രീതിയിലോട്ട് മാറി. പെട്ടെന്ന് ഫുൾ ഇമേജ് ഉൾട്ടായി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. ഞാൻ മെന്റലി ഭയങ്കര വീക്കായിരുന്നു. ചെറിയ പ്രായത്തിൽ എനിക്കൊരു ട്രോമ പോലൊരു സാധനം എനിക്ക് തോന്നി. അങ്ങനെ ഒരു ഡിപ്രഷൻ. എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. സ്കൂളിലൊക്കെ പോയിരുന്നോ?
സ്കൂളിൽ പോയാലും ഇതന്നെ അവസ്ഥ, ആരോടും മിണ്ടില്ല. ആരോടും മിണ്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഉമ്മാക്കും പാപ്പാക്കും പേടി വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും. അങ്ങനെ ഇവർ എന്നെ നാട്ടിൽ വിയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീജിത്ത് വിയ്യൂരുണ്ട്, മജീഷ്യനാണ്, അത്യാവശ്യം ഫേമസ് ആണ്. ആളുടെ വീട്ടിൽ കൊണ്ടുപോയി. ആളുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ശ്രീധരൻ സാർ, മൂപ്പരുടെ അച്ഛനാണുള്ളത്. ആളവിടെ ഇല്ല, ആളന്ന് വിദേശത്ത് എവിടെയോ പ്രോഗ്രാമിന് പോയേക്കുക. ഞാൻ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ എനിക്ക് വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു മജീഷ്യൻ്റെ വീടാണല്ലോ എന്നുള്ളൊരു സാധനം അടിച്ച്. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, മാജിക് പഠിപ്പിക്കാനാണോ? അല്ലടാ, നീ വാ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പോയ സമയത്താണ് ഞാൻ കാണുന്നത് മാജിക്കിൻ്റെ കുറേ സംഭവമൊക്കെ അവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മജീഷ്യൻ്റെ വീടാണ്. പിന്നെ ശ്രീധരൻ സാറ് വരുന്ന സമയത്ത് ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളീനോട് സംസാരിച്ച സമയത്ത് ആള് പറഞ്ഞു, ചെറിയ പ്രായമല്ലേ, ഇപ്പൊ പഠിക്കണ്ട, ഇപ്പൊ നമുക്ക് സ്കൂളിലെ കാര്യമൊക്കെ പഠിച്ചു പോവാം, കുറച്ച് വലുതായിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്തേ ഒന്ന് കാണിക്കെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ആളെടുത്ത് 2-3 നമ്പർ കാണിച്ച് പറഞ്ഞു, കൈവയൊക്കെ ഉണ്ട്, ഒന്ന് ശരിയാക്കി എടുക്കാം, പക്ഷെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആളെ മോനെ വിളിച്ചു, ശ്രീജിത്ത് സാറ് വിളിച്ചു. അപ്പൊ ശ്രീജിത്ത് സാറ് പഠിപ്പിക്കുന്ന സാറാണ്. അപ്പൊ ആള് പറഞ്ഞു, ഇപ്പം നോക്കണോ, കുറച്ച് വലുതായിട്ടൊക്കെ പോരെ, ഞാൻ എന്തായാലും കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇപ്പം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആളോട് ചോദിച്ചു, ഇതിന്റെ സാധനങ്ങളൊക്കെ എവിടെയാ കിട്ടുക? ആൾക്ക് ദേഷ്യം പിടിച്ചു. ആളെന്നോട് പറഞ്ഞു, അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ, ഞാൻ എൻ്റെ ഒരു കുഞ്ഞു. ആള് പറഞ്ഞു, കാരണം എനിക്കറിയാം പഠിക്കാൻ പറ്റില്ല, ഇനിയിപ്പോ ഇതിന്റെ സാധനങ്ങൾ ഞാൻ കിട്ടിയാലോ, അതുകൊണ്ട് പഠിക്കാലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പൊ ആള് പറഞ്ഞു, നീ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടിയാ താഴെ വീഴും, ഇരുന്നിട്ട് കാല് നീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നല്ല രീതിക്ക് എന്നോട് പറഞ്ഞു. ഞാൻ ഇറങ്ങി. പക്ഷെ എനിക്കെന്തോ ഒരു സാധനം, എന്നാ പിന്നെ പഠിക്കണമല്ലോ, പഠിച്ചിട്ട് ബാക്കി കാര്യം. പിന്നെയും തുടങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന് വീണ്ടും ഉമ്മാനെ ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങി. മൈൻഡ് മാറി, വെറുതെ ഒന്നും മിണ്ടാതിരിക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എന്താണെന്നറിയില്ല, എവിടെന്നാന്നറിയില്ല, എന്നൊരു മജീഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഷാമിലിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ, ഷാമിലിൻ്റെ പാരൻസ് ആണോ എന്നൊക്കെ പറഞ്ഞോട് സംസാരിച്ചു. മജീഷ്യനോ, എന്നെ എങ്ങനെയാണ് വിളിച്ചത്, എനിക്കിപ്പോൾ അറിയില്ല എങ്ങനെയാണ് വിളിച്ചത്. അങ്ങനെ ആളെടുത്ത് ഞാൻ ചെന്നു. ഞാൻ ഉപ്പാനെയും കൂട്ടിയ ചെല്ലാണ്. ഉപ്പാനെയും കൂട്ടി ചെന്നു. ഓരോ സാധനങ്ങൾക്കും ഭയങ്കര റേറ്റ്, തൊടാൻ പോലും പറ്റില്ല. ഒരു സാധനം വേണമെങ്കിൽ തന്നെ മാസങ്ങളെടുക്കും എന്നെ സംബന്ധിച്ച്. ആ സമയത്ത് എന്നുവെച്ചാൽ ഉപ്പ പൈസ തരണം, അല്ലാതെ എനിക്ക് മേടിക്കാൻ പറ്റില്ല, ജോലി ഇല്ലല്ലോ, ചെറുതല്ലേ. ആ സമയത്ത് ആള് പറഞ്ഞു, മാജിക് പഠിക്കാൻ 20,000 വരും, 25,000 ഒക്കെ വരും, അത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് മജീഷ്യനാക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞു. ആള് പോയപ്പോൾ തന്നെ അവിടെ നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറെ നമ്പറൊക്കെ ഇറക്കുന്നുണ്ട്. മറ്റേ ഒരു ഗ്ലാസ് എടുക്കും, മറ്റേ ബിയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലാസ് വിടുന്നു, ഗ്ലാസ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കണ്ടിട്ട് ഞാനിങ്ങനെ തള്ളി നിൽക്കുക, ഇതെങ്ങനെ ഗ്ലാസ് ഇങ്ങനെ നിൽക്കുകയാണ്, ബിയർ ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് അതിന്റെ സീക്രട്ട് അറിയില്ലല്ലോ. ആ സമയത്ത് തന്നെ വാപ്പയും ഷോക്കായി, ഞാനും ഷോക്കായി. ആള് വേറെ എന്തെങ്കിലും ഒരു മനുഷ്യനാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അതെ, ആ സമയത്ത് ആള് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരിക്കലും നടക്കാൻ പോണില്ല, അത്രയും പൈസ കൊടുത്ത് നടക്കാൻ പറ്റില്ല. അങ്ങനെ ആളെടുത്ത് നിന്ന് എനിക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാജിക് ഷോപ്പ് എന്നിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടി. ഞാനത് ചെറുതായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ പെർഫോം ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു മാജിക്കില്. ഇതൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ചെയ്യുന്നത് ആ സമയത്ത്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ എനിക്കൊരു വാശി, എൻ്റെ നാട്ടിൽ എനിക്കൊരു ഷോ ചെയ്യണം, എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യണം, തട്ടിക്കൂട്ട് പരിപാടി നടക്കൂല, നല്ല രീതിക്ക് ഇമ്പ്രസ് ചെയ്യണം. അങ്ങനെ ഇരുന്നപ്പോൾ നാട്ടിൽ ഇനി എപ്പാ പ്രോഗ്രാം വരാമെന്നറിയില്ല. നോക്കിയ സമയത്ത് എൻ്റെ ബർത്ത്ഡേ വരുന്നത് February 21 അന്ന് നാട്ടിൽ ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. ആ ഡേറ്റ് ഞാൻ നോക്കി വെച്ചു, എനിക്ക് അവിടെ പ്രോഗ്രാം വേണം. ഞാൻ ഉമ്മാനോട് ഉപ്പാടൊക്കെ പറഞ്ഞു വെച്ചാൽ എനിക്ക് അവിടെ പ്രോഗ്രാം വേണം, എങ്ങനെയെങ്കിലും അവിടെ പ്രോഗ്രാം സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അങ്ങനെ അവര് പറഞ്ഞ് സെറ്റാക്കി വെച്ചു. ഡേറ്റിന് ഇനിയും ഉണ്ട് കേട്ടോ. ആ ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുതൽ പ്രാക്ടീസ് തുടങ്ങുകയാണെന്നും പറഞ്ഞ് അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. എന്നും രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കും. എത്ര മണിക്ക്? ഏർലി മോർണിംഗ് ഒരു 5 മണിക്കൊക്കെ എണീക്കും. എന്നിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും മിററിന്റെ ഫ്രണ്ട് ഒന്ന്. പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. വലിയ മാജിക് കേട്ടോ, അന്നത്തെ പോലെ ചെറിയ സാധനങ്ങളല്ല, വലിയ അമ്പർല എടുക്കുന്നു, പ്രാവിനെടുക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ.
പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ ഡേറ്റിന് വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒടുക്ക ആ ഡേറ്റ് എത്തി. അന്ന് ഞാൻ സ്റ്റേജിൽ കയറി. അന്ന് സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇവനെ അന്ന് വന്ന് കൊളാക്കിയതല്ലേ, ഇവനും ചെയ്യാൻ പോകില്ല. അപ്പം എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് സംസാരിക്കാനുള്ള സ്കില്ല് എനിക്ക് കിട്ടില്ല. കാരണം ഞാൻ തുടക്കക്കാരനാണ്, ചെറുതാണ്, സംസാരിക്കാൻ പറ്റില്ല. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇട്ട് ചെയ്യാൻ തുടങ്ങി. സംസാരിക്കണ്ട, മ്യൂസിക് ഇട്ടാൽ പോരെ. കോഞ്ചറിങ് ആക്ട് എന്ന് പറയാം അതിനെ. അങ്ങനെ അത് ചെയ്യാൻ പ്ലാൻ ചെയ്തു. സ്റ്റേജിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു, അവിടെ നിന്ന് മൂവ് ആവാൻ പാടില്ല. പിന്നെ സ്റ്റേജിൽ മാജിക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് കാണിക്കാൻ പാടില്ല. അങ്ങനെ കുറേ റൂളുണ്ട്. ഈ റൂളൊക്കെ പഠിച്ച് ഓരോ സാധനം എവിടെ വെക്കണമെന്നൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്ത്. നാട്ടുകാർ ആദ്യമായിട്ടാണ് നാട്ടിൽ അങ്ങനെ ഒരു ഷോ കാണുന്നത്. അവർ ആ സമയത്ത് മാജിക് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ ഷോ കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും ഭയങ്കരമായിട്ട് ഷോക്കായി വരുന്നു, ഫോട്ടോ എടുക്കുന്നു, എല്ലാരും സ്റ്റാറ്റസ്, സ്റ്റോറി, എല്ലാം ഞാൻ തന്നെ. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടുന്ന് സോൾവ് ആക്കി. പിന്നെയും നാടിന്റെ അഭിമാനമായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഷോ ആയിരുന്നു. ഷോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ഫുള്ള് ഷോ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഞാൻ 2 ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മോർണിംഗ്, ഈവനിങ്. പിന്നെ ഓരോ ട്രൂപ്പുകാരെ വിളിക്കാൻ തുടങ്ങി. ഫുൾ സ്കൂളിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഷോ എനിക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെ ആവാൻ രീതിയിലായിരുന്നു. സ്കൂളുകാര് ചില ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ അങ്ങനെ പറയാറില്ല. ഞാൻ അധികം ലീവായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ടീച്ചർ മിനിമം അറ്റൻഡൻസ് വേണ്ടേ, എങ്ങനെ അതുണ്ടാവാറുണ്ട്. പിന്നെ അതായത് അധികം പ്രോഗ്രാം ഉണ്ടായി ഈവനിങ് സമയത്താണ്. ഈവനിങ് സമയമാകുമ്പോൾ നമ്മുടെ സ്കൂള് കഴിഞ്ഞ് നേരെ പ്രോഗ്രാമിനാണ് പോവാ. പിന്നെ മോർണിംഗ് വല്ലപ്പോഴൊക്കെ വരുള്ളൂ. മോർണിംഗ് വരുമ്പോഴാണ് 2 പ്രോഗ്രാം ഒക്കെ വരിക. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഒന്നും കിട്ടില്ല ആ സമയത്ത്, ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പൈസക്ക് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാ. ആളുകൾ അറിയാ, ഫെയിം ആവുക, അത്രേ ഉള്ളൂ ലക്ഷ്യം. അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്, മാത്സിന്റെ രമ്യ ടീച്ചർ എന്ന് പറയും. അങ്ങനെ രമ്യ ടീച്ചറുടെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഒരു ട്രിക്ക് കാണിച്ചു. ടീച്ചർ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ഞാൻ ക്ലാസ്സിൽ നിന്ന് മാജിക് കാണിച്ചു ബാക്കിൽ നിന്ന്. അപ്പോൾ ടീച്ചർ ഒന്ന് ഞാൻ പെട്ടെന്ന് മാറ്റി വെച്ച്. ടീച്ചർ എന്താ കാണിക്കുന്നത്? ഉമ്മ ഇവനെന്താ മാജിക് കാണിക്കുന്നുണ്ട് ടീച്ചറെ. അപ്പോൾ ടീച്ചർ ബാഗ് തുറന്നപ്പോൾ കാർഡ് കണ്ട്. ഒന്ന് കാർഡ് ഇതൊക്കെ എടുത്തിട്ടാണോ സ്കൂളിൽ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ അല്ല ടീച്ചറെ, ഞാൻ ചുമ്മാ എടുത്താണ്. കാരണം ഇപ്പം ശരിയാക്കി തരാം. ടീച്ചർ സെൻറ്ററിൽ പോയി. ഷാമിൽ ഇങ്ങോട്ടാ ഫ്രണ്ടിൽ വാ. എന്നിട്ട് ടീച്ചർ അവിടെ പോയി ഇരുന്നിട്ടായിരുന്നു പോയി കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കാണിച്ചു തുടങ്ങിയപ്പോൾ അപ്പുറത്തെ സാറ് കണ്ടു. നമ്മളിങ്ങനെ ഓരോ ബാരിയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഓരോ ക്ലാസ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യൂലേ, വെച്ചിട്ടുണ്ട്. അങ്ങനെ സാറ് പറഞ്ഞ് എവിടെ കാണട്ടെ. പിന്നെ ഈ ബോർഡൊക്കെ തിരിച്ചു അങ്ങോട്ട്, മൊത്തം ക്ലാസ് തിരിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യോ ആരെങ്കിലും? ആ സമയത്ത് ഫുൾ ഒരു ഫ്രീ ടൈം ആയിരുന്നു, ആഫ്റ്റർനൂൺ എന്നെന്തോ പ്രോഗ്രാം ഉള്ള സമയം. പക്ഷെ എല്ലാ ക്ലാസ്സിലും സാറുമാരുണ്ട്. ഒരു ബോർഡൊക്കെ തിരിച്ചു വെച്ച് അവിടെ ഞാൻ പെർഫോം ചെയ്ത്. പിന്നെ സ്കൂളിൽ സ്റ്റാറായി. സ്കൂളിൽ ഇറങ്ങുമ്പോൾ തന്നെ ഈ LP സ്കൂളിലത്തെ പിള്ളേരില്ലേ, ഇവര് വരും സ്കൂളിലോട്ട്. ഓരോ നമ്പർ ക്ലാസ് ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ബ്രേക്ക് ടൈം ഉണ്ടോ കാല് കുത്തി അപ്പൊ പിള്ളേര് വന്നോളൂ. അല്ല, ഈ പിള്ളേര് മാത്രമേ ഫാൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ഗേൾസ് ഫാൻസ് ആയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടാവുമല്ലോ. വെള്ളം കുടിക്കട്ടെ.